ഹായ് ഫ്രണ്ട്സ്, ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബീഫിൻ്റെ കറിയുടെ അതേ രുചിയിൽ തന്നെ നമ്മൾ സോയാബീൻ കറി എങ്ങനെ ഉണ്ടാക്കുമെന്ന് കാണിച്ചു തരാം. സോയാബീൻ ആയ്മ വെള്ളത്തിലിട്ട് പുഴുങ്ങുകയാണ് ചെയ്യേണ്ടത്. സോയാബീൻ ഇട്ട് കൊടുക്കുക. ഒരു കവർ സോയാബീനാണ് മേടിച്ചേക്കണത്. 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് തിളക്കണം. ഇനി നമുക്ക് സവാള, ഞാൻ അരിയാനുള്ളതെല്ലാം അരിഞ്ഞു വെച്ചു. ഇനി സോയാബീൻ ഇവിടെ നിന്ന് തിളയ്ക്കട്ടെ. നമുക്കിനി ഇതിൻ്റെ അരപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു. സോയാബീൻ നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എണ്ണ ഒഴിക്കാൻ പോകണം. എണ്ണ ചൂടായ ശേഷം കടുകിടാം. സോയാബീൻ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തുള്ള വെള്ളം നമ്മൾ ഊറ്റി നല്ല ഡ്രൈ ആക്കണം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി കടുകിട്ട് കൊടുക്കാം. 1/2 സ്പൂൺ കടുകിട്ടാൽ മതിയാവും. അധികം കടുകിടണ്ട. ഇഞ്ചി ഇട്ട് കൊടുക്കാൻ പോകും. ഇഞ്ചി നന്നായിട്ട് മൂത്ത ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി നന്നായി മൂച്ച് ശേഷം 2 സവാളയാണ് എടുത്തേക്കണേ. 2 സവാള ഇട്ട് കൊടുക്കുക. 2 സവാള നമ്മൾ ഇട്ട് കൊടുത്തു. കുറച്ച് ഉപ്പ് ചേർത്ത്, അധികം ഉപ്പിടണ്ട. കുറച്ച് 1/2 സ്പൂൺ ഉപ്പിട്ടാൽ മതിയാവും. ഓൾറെഡി ഉപ്പിട്ടിട്ടാണല്ലോ പുഴുങ്ങിയത്, അതുകൊണ്ട് 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് സവാള മൂത്ത് കിട്ടും. ഇത് കുറച്ച് കരിയാപ്പില ചേർത്ത് കൊടുക്കും. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. 2 തക്കാളിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മൾ ഊറ്റി വെച്ചേക്കണ സോയാബീൻ ആഡ് ചെയ്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അധികം വേണ്ട, ഓൾറെഡി നമ്മൾ ഇട്ടാണ് പുഴുങ്ങിയേക്കണത്, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി അധികം ചേർക്കണ്ട. 2 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല മല്ലിയുടെ മണമൊക്കെ വന്ന് തുടങ്ങി. 3 സ്പൂൺ മീറ്റ് മസാല ആഡ് ചെയ്യുക. 2 സ്പൂൺ മുളക് പൊടി കേട്ടോ, സാധാ മുളക് പൊടി. സോയാബീൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ സോയാബീൻ ചേർത്തത്. അല്ലെങ്കിൽ സോയാബീൻ ഒരു പച്ചച്ചുവയായിരിക്കും. 2 സ്പൂൺ കാശ്മീരി ചില്ലിയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് 1 സ്പൂൺ കുരുമുളക് ആഡ് ചെയ്യാം. ബ്ലാക്ക് പെപ്പർ ആട്ടോ. കണ്ടിട്ട് നമ്മുടെ ബീഫ് കറി മാറിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് ഡ്രൈ ആയ ശേഷം കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ. അധികം വെള്ളം ഒഴിക്കരുത്. 1/2 ലിറ്റർ വെള്ളം ഒഴിക്കാവുള്ളൂ. നല്ല കൊഴുപ്പ് വേണം ചാറിന്. കുറച്ച് ഉപ്പും കരിവേപ്പില ആഡ് ചെയ്യാം. തീ കുറയ്ക്കണം. മൺചട്ടിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫുഡിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഒരു റിയാക്ഷനും ഒന്നുമില്ലല്ലോ മൺചട്ടിക്ക്. ടോക്സിക് പാർട്ടിക്കിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൺചട്ടി വലിച്ചെടുത്തോളൂ. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു നോക്കി കൊടുക്കാം. ഫ്ലെയിം കൂട്ടാം. ഉപ്പുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറവാണ്. നമുക്ക് കുറച്ച് പാടിയാം. 10 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. നമ്മുടെ സോയാബീൻ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റ് തിളപ്പിച്ചു. ചാറൊക്കെ നന്നായിട്ട് കൊഴുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഗ്യാസ് ഒന്ന് ഓഫാകട്ടെ. കുറച്ചങ്ങ് ചൂടാറി കഴിഞ്ഞാലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ആ മീറ്റ് മസാലയുടെ ഒക്കെ നല്ല മണം വന്നിട്ടുണ്ട്.
എന്തായാലും ബീഫ് കറിയുടെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, എന്നാലും ബീഫ് കറീന് എല്ലാം വേറെ കറികളൊന്നും ഇല്ലല്ലോ. നമ്മൾ അതേ രീതിയിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. വലിയ പ്ലേറ്റാണ്, ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് കറി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഉണ്ടാക്കിയ സോയാബീൻ കറി എങ്ങനെയുണ്ടെന്ന് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളി ഒരു ഡിഷാണ്. നമ്മുടെ ബീഫ് കറിയുടെ അത്ര വരില്ലെങ്കിലും അതിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് സംഭവം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി പരീക്ഷിക്കുന്നതാണ്. നല്ല എരിവും നല്ല മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കഷ്ണത്തിട്ട്. സോയാബീൻ അടിപൊളിയായിട്ടുണ്ട്, ഓവറോൾ ടേസ്റ്റ് ചെയ്യാം. സൂപ്പർ ഡിഷാണ്, അടിപൊളി. ഇത് ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കഴിക്കാം നമുക്ക്. എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കേണ്ടതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.